വിമർശനങ്ങൾക്ക് മറുപടിയുമായിട്ട് മൃണാൾ ഒരു വീഡിയോ ഇട്ടേക്കുവാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറേയധികം പേര് തനിക്കെതിരെ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മറുപടിയായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഇനി മൃണാളിൻ്റെ ഇഷ്യൂ എന്താണെന്നും മൃണാൾ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ആ ഒരു കാര്യം പെട്ടെന്നൊന്ന് പറയുന്നതായിരിക്കും. ഈ മൃണാൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആദ്യമേ ഫുഡ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഫേമസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങണം എന്നൊക്കെ ഉള്ള രീതിയിൽ, റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, സാധാരണ ഹോട്ടൽ പോലെയല്ല. ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ കിച്ചണാണ്. നമുക്ക് വെളിയിലിരുന്ന് കഴിക്കുമ്പോൾ തന്നെ അകത്ത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അത് ഈ ഒരു മൃണാൾ ഭയങ്കരമായിട്ട് നോക്കി തന്നെ അങ്ങനെ ചെയ്തതാണ്. കാരണം ആൾക്കാർക്ക് അറിയണം എന്തൊക്കെയാണ് അകത്ത് നടക്കുന്നത്, ക്ലീനൊക്കെ ആണോ ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നിടത്ത് എന്നുള്ളത് അറിയാൻ വേണ്ടി പ്രത്യേകിച്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോകണം, ചോറ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ആ ഒരു ചോറിന് പ്രത്യേക പ്രൈസ്, പപ്പടത്തിന് ഒരു പ്രൈസ്, അങ്ങനെ ഓരോ കറിക്കും ഓരോന്നായിരിക്കും. അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ഇപ്പോൾ ഊണ് തന്നെ പറഞ്ഞാൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലായിരുന്നു. പിന്നെ കുറച്ചുകൂടി വില കുറവൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ എല്ലാം കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതും, ഫ്രഷ് ആയിട്ടുള്ളത് എന്നാണ് എന്നുള്ളതാണ് ഈ ഒരു മൃണാളിൻ്റെ മെയിനായിട്ടുള്ളൊരു പോയിൻ്റായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് ആദ്യമേയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഓവറായിട്ട് എല്ലാവരും ഹൈപ്പ് ചെയ്ത് ചിലപ്പം ചിലവർ പോയി കഴിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. അങ്ങനെയൊക്കെ സ്വാഭാവികമാണല്ലോ. ചിലപ്പം ചില ഹോട്ടലിൽ ചിലവർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, ചിലവർക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാം. ഒത്തിരി പേര് ഇത് പോയി കഴിക്കണം എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനത്തുള്ള അഭിപ്രായങ്ങളൊക്കെ വരാം. അങ്ങനെ ചിലവർ കഴിച്ചിട്ട് ഇതാണെങ്കിൽ ഇത് അത്ര പോരാ, അല്ലെങ്കിൽ ഈ ഒരു രീതിയൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നാലുണ്ടാക്കിയ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വന്നിട്ട് കുറച്ച് ധാർഷ്ട്യമായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ്. ഇവർക്കൊന്നും ഒരു എന്താ പറയുക, അവരുടെ നോളജിനെയും അവരുടെ എന്താ പറയുക, അവർ കഴിച്ച ആ ടേസ്റ്റിനെയൊക്കെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെയും മൃണാളിനെതിരെയൊക്കെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്ര അഹങ്കാരം പാടൊന്നുമില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എല്ലാം അറിയാം എന്നുള്ളൊരു വിചാരമാണ്. അങ്ങനെയല്ല. പിന്നെ നിങ്ങൾ എത്രയോ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ച് അവരെ റിവ്യൂ ഒക്കെ പറഞ്ഞ് കൊള്ളത്തില്ലെന്ന് അടക്കം പറഞ്ഞിട്ടില്ലേ. അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അത് നിങ്ങൾ അംഗീകരിക്കാൻ റെഡി ആയിരിക്കണം. അല്ലാതെ ഭയങ്കരമായിട്ട് പറയുന്നവർക്കെതിരെ സംസാരിക്കുന്ന ഒട്ടും നല്ല ക്വാളിറ്റി അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യമേ ഉണ്ടെങ്കിൽ മൃണാളിനെതിരെ ഭയങ്കര നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയധികം പേര് പോയി കഴിക്കുകയും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പതിയെ ഇതേ കണക്ക് കമൻസും കാര്യങ്ങളും നെഗറ്റീവ് വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ മൃണാൾ എതിർത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ശരിയല്ല, ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുറച്ച് ആ ഒരു മൃണാളിന് നോർമലായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്തിരി എന്തോ ഒരു ജാട കാണിക്കുന്നതാണൊക്കെ തോന്നും. പിന്നെ ആ ഒരു സംസാരത്തിൽ അത് തോന്നാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോയി എന്താ ഫുഡിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും ഇടയ്ക്ക് വെച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വലിയ കച്ചവടമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ലേറ്റസ്റ്റായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൃണാളിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് മൃണാളുണ്ടെങ്കിൽ കുറേയധികം നല്ല സഹായങ്ങൾ ചെയ്യുന്ന രീതിയിൽ കുറേയധികം പേർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനത്തെയുള്ള വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മൃണാൾ ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു ഫുഡ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ്, അല്ലാതെ സത്യസന്ധമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേയധികം ബിസിനസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും ചെയ്യരുത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സഹായിക്കണമെങ്കിൽ സഹായിക്കും, ചുമ്മാ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ മെയിൻ കാരണം എല്ലാവരും പറഞ്ഞത് മൃണാളിൻ്റെ ബിസിനസ് ഇപ്പം ഭയങ്കര ലോസ് ആണെന്നുള്ള രീതിയിൽ, അതുകൊണ്ട് ഇനി ആൾക്കാരെ കയറ്റാൻ വേണ്ടിയാണ്. കാരണം നേരത്തെ ഈ എതിർത്ത് സംസാരിച്ചവരുണ്ടല്ലോ, ഇതാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഫുഡ് പറഞ്ഞവർക്ക് മറുപടിയായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു മൃണാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കുറേയധികം പിന്നെ ഈ ഒരു ബിസിനസ് ഇടിഞ്ഞു എന്നുള്ളത് രീതിയിലാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ ആൾക്കാരെ നല്ല ഒരു വ്യക്തിയാണ് എന്ന് കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നെയും കടയിലേക്ക് കയറ്റാനുള്ള പ്ലാനാന്ന് പറഞ്ഞ് കുറേയധികം പേര് വീഡിയോസൊക്കെ ഈ ഒരു കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ മൃണാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ തനിക്ക് പറ്റിയ അബദ്ധങ്ങളും അതുപോലെ തന്നെ താൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ അഭിപ്രായവും ഈ ഒരു മൃണാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, ഞാനുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റ് ഹോട്ടലിലൊക്കെ ഭയങ്കരമായിട്ട് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ മെയിനായിട്ട് ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ
നല്ല ഫുഡ് ഇവരിലേക്ക് കൊടുക്കാമെന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളായിരുന്നു. അതാണ് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്ത സമയത്ത് ഓപ്പൺ കിച്ചണാണ്. എല്ലാവർക്കും വെളിയിലിരുന്ന് തന്നെ അകത്ത് ഫുഡ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ കാണണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നല്ല സംതൃപ്തിയോടെ ഇരുന്ന് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ ഓരോ വില കുറച്ചാണ് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം പേര് അത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയും അവർക്കെല്ലാം ഉപയോഗമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തുമാത്രം പൈസ ഇതിനെല്ലാം ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു പ്ലാന്റ് നിർമ്മിക്കുക, അതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും അവിടുത്തെ നീറ്റ്നെസ് ആണെങ്കിലും പല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സാധനം ആ ഒരു കടയിലേക്ക് വാങ്ങുന്നതാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ക്വാളിറ്റി ഇല്ലാത്തത് പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാതെ കറക്റ്റായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ വാങ്ങും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാനായതായി എനിക്കുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവാണ് വരുന്നത്. ഇതുപോലെ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ ഓർത്തിപ്പോൾ എനിക്ക് തന്നെ ചിരി വരുവാണ്. ഇന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിൻ്റെ ഒരു പാതി ഇൻവെസ്റ്റർ കൂടിയാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു മൃണാൾ. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ കുറേയധികം കെമിക്കലൊക്കെ വാരി ഇട്ട് കൊടുത്തിരുന്നെങ്കിലും ആരും ഒന്നും പറയത്തില്ലായിരുന്നു. ഇത്ര കറക്റ്റായിട്ട് എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടണം, നല്ല ക്ലീനായിട്ട് ഇരിക്കണം, എല്ലാം നല്ല രീതിയിൽ പോകണം എന്ന് വിചാരിച്ച തെറ്റല്ലേ ചെയ്തോളൂ. അതുകൊണ്ട് ഇപ്പം വന്ന അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞാനും ആ ഒരു വ്യക്തിയും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഇട്ട എഫേർട്ടിനുള്ള നമുക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോൾ അതിലൊക്കെ എനിക്ക് വിഷമമുണ്ട്. ഞാൻ എത്ര പൊട്ടനാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിന് എന്നെ തകർക്കാൻ വേണ്ടി കുറേയധികം പേര് ശ്രമിക്കുന്നുണ്ട്, അത് എനിക്കറിയാം. അങ്ങനെയുള്ള മെയിനായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു വളർച്ചയൊന്നും ഇഷ്ടപ്പെടാത്തവരായിരുന്നു. അതിൽ മെയിനായിട്ട് മറ്റുള്ള ഹോട്ടലുകാരാണ്. അവരൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും നീറ്റൊന്നും അല്ലാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് കാട്ടിക്കൂട്ടി കൊടുക്കുന്ന ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ വില കുറച്ചൊക്കെ ആവശ്യത്തിന് കൊടുക്കുമ്പം ആ ഹോട്ടലുകാർക്ക് എന്നോട് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. കാരണം അവരെ കച്ചവടം കൂടാണല്ലോ ഞാൻ തട്ടിയെടുക്കുന്നത്. ഞാൻ വളരെ നീറ്റായിട്ട് എല്ലാം കൊടുക്കാനും അതുപോലെ തന്നെ വേസ്റ്റ് എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. വലിയ കെമിക്കൽസ് ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് ആൾക്കാർക്ക് ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് നശിപ്പിക്കാനാണല്ലോ എന്നൊക്കെ തോന്നാം. അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേന് അവർ ഓരോ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തും. അതിൽ പലരും ഈ ഒരു പ്രചരണങ്ങളൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ കുറേയധികം പേര് വന്നിട്ട് കമൻസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണ് എന്നുള്ളതൊന്നും. പക്ഷേ അതൊന്നും ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ആ ഒരു ബിസിനസ്സുകാർ മറ്റുള്ള ഹോട്ടലുകാർ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം അവരുടെ ബിസിനസ് ഞാൻ കാരണം ഭയങ്കരമായിട്ട് നഷ്ടം വന്നിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ നീറ്റായിട്ടുള്ള രീതിയിൽ നല്ല ഫുഡും കെമിക്കലൊന്നും ചേർക്കാത്തത് കൊടുക്കുമെന്നുള്ള ഒറ്റ ഒരു വാശി ആയതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരുണ്ടെങ്കിൽ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതിന് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിലെല്ലാം കുറച്ചൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാനുണ്ടെങ്കിൽ ഒരിക്കൽ പോലും കള്ളത്തരം കാണിക്കണമെന്നോ ഫുഡിൽ മായം കലർത്തണമെന്നും വിചാരിച്ചിട്ടില്ല. ഇനി പലരും പറയുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ സ്വഭാവത്തിനെ കുറിച്ചാണ്, ഞാൻ റിപ്ലൈ ചെയ്തതിനെ കുറിച്ചാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യമാണെന്ന് ഞാൻ തോന്നില്ല. ഞാൻ എപ്പോഴും കറക്റ്റായിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളെയും നോക്കാറുള്ളത്. ഞാൻ പ്രതികരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. പിന്നെ കുറേയധികം പേരുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നേ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മൃണാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ കുറേയധികം പേര് പിന്നെയും മൃണാളിനെ കുറിച്ച് സംസാരിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൃണാളിൻ്റെ ഹോട്ടലിലെ ഫുഡൊക്കെ വളരെ നല്ലതാണ്, അതിലൊരു ഡൗട്ടും ഇല്ലെന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, മൃണാൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൃണാൾ സംസാരിക്കുന്നതാണ്. ഒരു അഭിപ്രായം ഒരാൾ പറയുമ്പോൾ അത് ആ രീതിയിൽ എടുക്കാനും അതിനെ പ്രതികരിക്കാനും പഠിക്കണം. അല്ലാതെ ഭയങ്കരമായിട്ട് അവർക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവരൊക്കെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് മൃണാൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, ഞാനുണ്ടെങ്കിൽ കുറേ വീഡിയോസ് കഴിഞ്ഞ ദിവസം ഇട്ടതിന് പ്രതികരിച്ചതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പ്രതികരിച്ചതിൽ ഒരു ഇൻഫ്ലുവൻസർ പറയുന്നുണ്ടായിരുന്നു ഞാൻ സംസാരിക്കുന്നത് കുറച്ച് ഓവറാണ്, അത് കുറച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ. ഞാനങ്ങനെ ഒരിക്കലും അധികം സംസാരിച്ചെന്നൊന്നും ഞാൻ തോന്നുന്നില്ല. എനിക്ക്
എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കൊരു മറുപടിയായിട്ടേ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളൂ. അല്ലാതെ ഒരിക്കലും ഭയങ്കര ഓവറായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ തോന്നുന്നവർക്ക് ഓക്കെ, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. എന്തായാലും ഞാൻ മുമ്പോട്ട് തന്നെ പോകും എന്നുള്ള രീതിയിലാണ് മൃണാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കമൻറ്റിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഇതേ കണക്ക് മൃണാളിന് വന്നിട്ടുണ്ടായിരുന്നു. ആരോ നിങ്ങളുടെ ഹോട്ടൽ പൂട്ടാൻ പോവല്ലേ, സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഈ ഒരു മൃണാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല പൂട്ടാനൊന്നും പോവല്ല, ഇനിയും ശക്തിയോടെ മുമ്പോട്ട് വരും, ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് തുറക്കും എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു മൃണാൾ ആ ഒരു വ്യക്തിക്ക് മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്.